ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ഉള്ളി പൊരിച്ചതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ ഒരു അപാര കോമ്പിനേഷനാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഉണക്ക ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. തല കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ടാണ് എടുക്കേണ്ടത്. ഇത് ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഏകദേശം ഒരു 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 6 വറ്റൽമുളക് അത്യാവശ്യം എരിവുണ്ടാവും. നല്ലതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ച് വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം പൊടിച്ച് വെക്കാൻ. ചൂടാറുമ്പോഴേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് പൊടി പോലെ പൊടിച്ചെടുക്കണ്ട, കുറച്ച് തരി ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഈ പുളി പൊടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല, അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ പൊടിച്ചെടുക്കുക. ഇനി ഉള്ളി ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഇതിന് നല്ലൊരു രുചി കൊടുക്കുന്നത്. ഇനി നന്നായി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. സവാള ചേർക്കണ്ട, ചെറിയുള്ളി തന്നെയാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 30-40 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ പൊടിച്ച സമയത്ത് ചേർക്കണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്താലും മതി. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കളറൊന്ന് മാറി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും മുളകും പുളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് പച്ചമണം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചതുകൊണ്ട് തന്നെ പച്ചമണം കുറവായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു ഉള്ളിയുടെ കൂടെ ഇത് നല്ലപോലെ മിക്സായി വരണം. ആ ഒരു വെളിച്ചെണ്ണ എല്ലാം മാറി അതിൻ്റെ കൂടെ ചേർന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈഡ് ആയിട്ട് തന്നെ വരണം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ചോറിൻ്റെ കൂടെ ഇതൊരു അപാര കോമ്പിനേഷനാണ്. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അതുപോലെ ഈ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. ഇടിച്ച മുളക് ആയതുകൊണ്ട്, വറ്റൽമുളക് ഇടിച്ചിട്ടതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തീ കുറച്ചിട്ടിട്ട് മാത്രമേ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ ഇത് ഒരു അപാര കോമ്പിനേഷനാണ്. ചോറും ഇത് മാത്രമായിട്ട് മതിയാവും. നമുക്ക് ഒരുപാട് ചോറൊക്കെ കഴിക്കാൻ പറ്റും. നല്ല എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു.